ഹായ് ഓൾ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ കുറേ നാളെ ലെങ്തി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ലെങ്തി എന്നല്ല, ഒരു ലോങ് വീഡിയോ കുറച്ചെങ്കിലും ലെങ്ത് എപ്പോൾ ഷോർട്സ് അല്ലേ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു വീഡിയോ ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇത് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഓൺലൈൻ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. എന്താണെന്നല്ലേ, അതൊരു എല്ലാവർക്കും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. കൂടുതൽ അറിയുന്നില്ല. അതേ കണ്ടോ, കത്തിയാണ് കേട്ടോ, കത്തി. ഞാൻ ആമസോണിൽ നേരത്തെ ഇങ്ങനെ നൈഫ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ കളർഫുള്ളായിട്ട് നൈഫ് കാണുമ്പോൾ ഒരു ഭംഗിയുണ്ട് വാങ്ങിച്ചത്, പക്ഷെ നല്ല മൂർച്ചയുണ്ട്. നമ്മളെ സാധാരണ കത്തി പോലെ തന്നെ മൂർച്ചകളുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയമാണ്, കാരണം ഇതിന് മൂർച്ച ഉണ്ടോ, കാണുമ്പോഴുള്ള ഭംഗി മാത്രമേ ഉള്ളൂ. കാണുമ്പോഴുള്ള ഭംഗി മാത്രമല്ല, നല്ല മൂർച്ചയുണ്ട്. അപ്പോൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ മൂർച്ച കുറഞ്ഞപ്പോൾ പിന്നെ ഞാനത് നമുക്കിങ്ങനെ അത് കൂട്ടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനുള്ള എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, അത് ഞാൻ നോക്കിയപ്പോൾ ആമസോണിൽ വേറെ ഈ മൂർച്ച കൂട്ടാനുള്ളൊരു ഇതും ഞാൻ കണ്ടു. അത് ഞാൻ വാങ്ങിച്ചില്ല, അത് കിടക്കുന്നുണ്ട്. അതിൽ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പം വേറെ കത്തി തന്നെ വാങ്ങിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ കത്തിയാണല്ലോ, ഈ ചെറിയ കത്തിയാണല്ലോ ഉള്ളത്. ഇവിടെ ഇത് ചെറിയ കത്തി, ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് വിചാരിക്കാം. പക്ഷേ ഫ്രൂട്ട്സ് മാത്രം എല്ലാം നല്ല വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാൻ നല്ലൊരു കത്തിയാണ്. എനിക്കിതിൻ്റെ ഒരെണ്ണം ഉണ്ടാകും ഈ ഒരു ടൈപ്പ്. അത് കുറച്ച് മൂർച്ച കുറഞ്ഞു, അതുകൊണ്ട് ഞാൻ വേറെ വാങ്ങിച്ചത്. അതുപോലെ തന്നെ ഈ മൂർച്ച കൂട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് വേറെ പിന്നെ ഇടയ്ക്ക് കത്തി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ ഇതെനിക്ക് കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാൻ തോന്നിയപ്പോൾ 3 ഒറ്റ സെറ്റാണത്. ഇതിൻ്റെ സെറ്റിന് റേറ്റ് ചെയ്തിട്ടുണ്ടോ, ഇതിൽ എഴുതുന്ന റേറ്റ് 699 അപ്പോൾ അത്രയൊന്നും റേറ്റ് ഇല്ല ഇതിന്. ഇതിന് റേറ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്താൽ, ഞാനത് പൊട്ടിച്ചിട്ട് പോയില്ല. ഞാൻ വന്ന വഴി ഞാൻ എന്തെങ്കിലും വിചാരിച്ച ഒരു വീഡിയോ, എനിക്ക് പെട്ടെന്ന് തോന്നി വീഡിയോ എടുക്കാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പൊട്ടിച്ചിട്ടില്ല, അത് പൊട്ടിച്ചിട്ട് കാണിക്കാം. നമുക്ക് പൊട്ടിക്കാം. കണ്ടോ, ഇതേ ഇനി ഒരു കവറിലൊക്കെ ഇത് വരുന്നത്. അപ്പോൾ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ ഈ കവറിൽ തന്നെ ഇട്ട് വയ്ക്കുകയൊക്കെ ചെയ്യാൻ. കണ്ടോ, ഈ മൂർച്ചയുള്ള ഭാഗം പിള്ളേരൊക്കെ എടുക്കാതെ നമുക്കിങ്ങനെ അതെ ഇതിലിട്ട് വയ്ക്കുകയും ചെയ്യാൻ. കണ്ടോ, നല്ല കളർഫുൾ, കാണാൻ നല്ല ഭംഗിയല്ലേ. നോക്കി ഇതിങ്ങനെ കവറിലാക്കി വയ്ക്കാം. അടുത്ത ഞാൻ എടുക്കട്ടെ. കണ്ടോ, അടുത്താണ് നല്ല ഭംഗി. കണ്ടോ, ഏതോ ഒരു ഡ്രസ്സ്, എനിക്ക് മറ്റേ ക്രിസ്മസ് ഡ്രസ്സൊക്കെ ഓർമ്മ വരുന്നു. ക്രിസ്മസ് തീമിലുള്ള കത്തി, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ഫ്രൂട്ട്സ് കട്ട് ചെയ്യാനും വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇനി മൂന്നാമത്തത്, കൈ കൊണ്ടാൽ പാളി. ഓക്കെ, തേർഡ് വൺ. ഇത് നല്ല ഭംഗിയുണ്ട്, കണ്ടോ. അതെ, 3 നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെ വലുതൊക്കെ ഉണ്ട് കേട്ടോ. ആമസോൺ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പലർക്കും ചിലപ്പോൾ ഇത് അറിയാമായിരിക്കും. ഇതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചെന്നുള്ളത് കണ്ടപ്പോൾ ഇതിന് നല്ല ഭംഗിയുണ്ടല്ലോ കളർ കാണാനായിട്ട്. എന്ത് രസമാണ്, കാണാനുള്ള ഭംഗി കൊണ്ടാണ് ഈ കത്തി എടുത്തത്, പക്ഷേ യൂസ്ഫുള്ളുമാണ്. അപ്പം ഇതാണ് ഇന്ന് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചത്. ഇനി ഞാൻ കൂടാതെ ഓൺലൈൻ അല്ല ഓഫ്ലൈൻ എടുത്തൊരു വീഡിയോ കാണിച്ചു തരാം. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോ ഓടുന്നുണ്ടോ? ഓക്കെ, സൗണ്ട് പ്രശ്നമുണ്ട്. ഞാൻ ആദ്യം ഫാൻ ഓണാക്കിയിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പം സൗണ്ട് പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നോക്കട്ടെ, കേട്ടോക്കട്ടെ. അപ്പം ഞാൻ ഇത് കൂടാതെ ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചാണ്. ഇവിടെ വിശാൽ മാർട്ടിൻ്റെ ഷോപ്പാണ്. വിശാൽ മാർട്ട് എല്ലാവർക്കും, നോർത്ത് ഇന്ത്യയിലൊക്കെ എല്ലാവർക്കും അറിയാം, കാരണം വിശാൽ മാർട്ട് അവിടെയൊക്കെ എല്ലായിടത്തും ഉണ്ട്. ഇവിടെ കേരളത്തിൽ അത്രയും ഷോപ്പില്ലായിരുന്നു. ഇപ്പോഴാണ് റീസെൻ്റ് നമ്മുടെ അടുത്തൊക്കെ ഷോപ്പ് വന്നത്, കോരഞ്ചേരി. അപ്പോൾ അവിടെ പൊതുവേ ചീപ്പാണ്. ഇപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ അവിടെ നിന്നാണ്. ഈ ഒരു ടീഷർട്ട് വലിയ വരുന്നില്ല, ഒരു ഞാൻ കാണിച്ചിട്ടുണ്ട്, ഡിസൈനൊക്കെ ടീഷർട്ടാണ്. ഒരു 200 രൂപയ്ക്കുള്ള ടീഷർട്ട് നോട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലിടാൻ പറ്റിയ നല്ല വില കുറവുള്ള പല ഐറ്റംസും ടീഷർട്ട്, അത് ജെൻസ്, ലേഡീസ്, കിഡ്സിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ കിട്ടും അവിടെ. അതുമാത്രമല്ല പലതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സാധനമാണ് ഈ കാണിക്കാൻ പോകുന്നത്. കണ്ടോ, ഇത് ചീപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ചീപ്പ് ഞാൻ വാങ്ങിക്കാൻ കാരണം ഇതിൽ 4 ഉണ്ട്. വലിയ റേറ്റാണ് എപ്പോഴും അട്രാക്ഷൻ. വിശാൽ മാർട്ടിൽ പോകുമ്പോൾ നമുക്ക് ഏറ്റവും അട്രാക്ഷൻ റേറ്റാണ്. ഏറ്റവും വളരെ കുറവാണ് പൊതുവെ ആവാറ്. അപ്പോൾ ഞാൻ ഇതിൽ ചീപ്പ് കാണിച്ചു തരാം. എത്ര ചീപ്പുണ്ടെന്നല്ലേ. 4 അല്ല 5 ഉണ്ട്. 5 കേട്ടോ. അപ്പം ഇതിൽ ഫസ്റ്റ് ഏറ്റവും ചെറുതാണ്, എനിക്ക് വലിയ യൂസ് ഇല്ല, വേണമെങ്കിൽ തുമ്പിക്ക് ഉപയോഗിക്കാം. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ചെറുത്, ഇത് തുമ്പിക്ക് യൂസ്ഫുള്ളാണ്. തേർഡ് വൺ വരുന്നത് ഇതെന്ന് വെച്ചാൽ ഒരു സൈഡ് കുറച്ച് ഇങ്ങനെ ഗ്യാപ്പുള്ളത്, പിന്നെ ഒരു സൈഡ് ഇങ്ങനെ. ഇതിൻ്റെ ഞാൻ ഈ സൈഡ് എനിക്ക് യൂസ്ഫുള്ളാണ്. ഇത് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. പിന്നെ എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ട് ഈ ടൈപ്പ് ഒരു ഇതാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത്, ഈ ചീപ്പ്. ഇതും എനിക്ക് യൂസ്ഫുള്ളാണ്. ഭയങ്കര വലിയ ഇത് വരുന്നത്.
അപ്പോൾ അങ്ങനെ 5 അടുത്ത സെറ്റാണ്. ഈ 5 സെറ്റിൻ്റെ വില ഞാൻ പറയാം കേട്ടോ. വെറും 46 രൂപയുള്ളൂ ഈ 5 46 രൂപ. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരെണ്ണം വാങ്ങിക്കും. ചെരുപ്പ് എനിക്ക് ചീപ്പ് ആവശ്യമായിരുന്നു, അത് മാത്രം ചീപ്പ് ആവശ്യമായിരുന്നു. കണ്ടപ്പം വെറുതെ വാങ്ങിച്ചതല്ല, പിന്നെ വില കണ്ടപ്പോൾ എനിക്ക് എന്തായാലും വാങ്ങിച്ചേക്കാം. പിന്നെ ഇതിന് പല കളർ വെറൈറ്റി ഉണ്ട്, പിങ്ക്, ഗ്രീൻ, വേറെ ഡാർക്ക് ബ്ലൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 46 രൂപ കണ്ടപ്പോൾ എനിക്ക് വാങ്ങിക്കാണ്ടിരിക്കാൻ തോന്നിയില്ല എന്നാണ് സത്യം. അപ്പോൾ ഇതാണ്. പിന്നെ ഇത് കൂടാതെ വിശാൽ മാർട്ടിൽ പൊതുവെ വിലക്കുറവെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ഈ പ്ലേറ്റ്, പാത്രങ്ങൾ, അങ്ങനത്തെ എല്ലാത്തിനും, സ്റ്റീലായിക്കോട്ടെ സിറാമിക് ആയിക്കോട്ടെ എല്ലാത്തിനും ഭയങ്കര വിലക്കുറവുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വാങ്ങിച്ച സിറാമിക് അല്ല, എന്നാൽ ഇത് താഴ്വിടാൽ അത്ര പൊട്ടിപ്പോ സാധ്യതയുള്ളൊരു പാത്രമാണ്. ഇത് സിറാമിക്കല്ല, ഇതിൻ്റെ പേര് എന്ത് മെറ്റീരിയൽ എന്ന് പറയാൻ അറിഞ്ഞുകൂടാ. ഇതിൻ്റെ റേറ്റ് 65 റുപ്പീസ് ഒരു ബൗളിന്. ഓക്കെ, വെറും 65. അപ്പോൾ ഇത് ഓൾറെഡി റേറ്റ് ചെയ്തിട്ടുണ്ട് 19 റുപ്പീസ് ആയിരിക്കണം. എന്നിട്ട് ഓഫർ പ്രൈസ് ആയിട്ട് 65 കണ്ടത്. ഹോം 65 റുപ്പീസ് ഈ ബൗളിന് നല്ല ബ്ലാക്കിൽ ചെറിയ ഡിസൈൻ വരുന്ന അതെ ഈ ബൗൾ. ഇത് കണ്ടപ്പോൾ ഞാൻ വെച്ച് ഓർമ്മ എടുത്തേക്കാം. കണ്ടില്ലേ ബൗൾ? അത്യാവശ്യം നല്ല കറിയൊക്കെ ഇട്ട് വയ്ക്കാൻ പാകത്തിന് വലിപ്പമൊക്കെ ഉള്ളൊരു ബൗളാണത്. അപ്പോൾ ഇതാണ് ഞാൻ വേറൊരു സാധനം വാങ്ങിച്ചത്. കണ്ടോ, സ്റ്റിക്കർ പോലും ഞാൻ മാറ്റിയിട്ടില്ല. സ്റ്റിക്കർ ഞാൻ പണ്ടൊക്കെ എനിക്ക് അബദ്ധം പറ്റിയത്, സ്റ്റിക്കർ പൊളിച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ വലിക്കും. അപ്പോൾ പകുതി അവിടെ ഇരിക്കും, പകുതി പൊളിഞ്ഞു പോരും. അങ്ങനെയാണ് പറ്റാറ്. അപ്പം പിന്നെ എനിക്കാണെങ്കിൽ മനസ്സിലായത് ഈ സ്റ്റിക്കർ കളയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് ഈ പാത്രം ചൂടാക്കുക, ലൈറ്റായിട്ട് ചൂടാക്കുക. ഇത് നമ്മളിങ്ങനെ ഒരു കത്തി കൊണ്ട് ഇങ്ങനെ എടുത്താൽ അതിങ്ങനെ പൊളിഞ്ഞാൽ ഓളം, അപ്പോൾ ഒരു പാട് പോലും ഉണ്ടാവില്ല, അതുപോലെ പൊളിയും. അപ്പം നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നോൺ സ്റ്റിക്ക് ആയിക്കോട്ടെ സ്റ്റീലിനൊക്കെ പറയുമ്പോൾ അതിൻ്റെ അകത്തായിരിക്കും പലരും ഈ പ്രൈസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അത് നമുക്ക് ഇത് കളയും, നമ്മൾ വലിക്കുമ്പോൾ പകുതി അവിടെ പകുതി നമ്മുടെ കയ്യിൽ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് റിമൂവ് ചെയ്യാനുള്ള എളുപ്പ വഴിയാണത്. ചെറുതായിട്ടും ലൈറ്റായിട്ട് ചൂടാക്കുമ്പം എന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ അതൊന്നിങ്ങനെ, അപ്പോൾ നമ്മൾ ഈ കത്തി കണ്ടില്ലേ, ഈ കത്തിയുടെ ഇങ്ങനെ ഭാഗം വെച്ചിട്ട് ഒന്നിങ്ങനെ ആക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് വലിക്കുമ്പോൾ തന്നെ ഇതങ്ങ് പൊളിഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. സ്റ്റിക്കറിൻ്റെ പാടേ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതാണ് എളുപ്പവഴി. സോ ഇതാണ് എൻ്റെ ഷോപ്പിംഗ് വീഡിയോ. ചെറിയൊരു ഷോപ്പിംഗ് ആണ് വീഡിയോ ഞാൻ കാണിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബൈ, വേറെ വീഡിയോ കാണാം. ഞാൻ ഈ കത്തിയുടെ റേറ്റ് പറയാൻ മറന്നു. റേറ്റ് വന്നിട്ട് 239 രൂപയാണ് കേട്ടോ. നല്ല അഫോർഡബിൾ റേറ്റായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇതെല്ലാം ഒരേ സൈസിലേ വരുന്നത് ഈ കത്തി, അല്ലാതെ 3 സൈസിൽ വരുന്നുണ്ട്. ഈ സൈസ്, പിന്നെ അതിൻ്റെ കുറച്ച് വലുത്, പിന്നെ അതിൻ്റെ വലുത്. അത് ഞാൻ നേരത്തെ വാങ്ങിച്ചിട്ടുണ്ട് ആ ടൈപ്പ്. അത് നല്ല യൂസ്ഫുൾ ആണ്. ഇതേപോലെ തന്നെ നല്ല മുറിച്ചും നല്ല ഡിസൈൻസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തേക്കാം കേട്ടോ. ലിങ്ക് നിങ്ങൾ നോക്കിയാൽ മതി, റേറ്റ് മനസ്സിലാകും.